നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും സ്വപ്നങ്ങൾ ഇനിയും അച്ചീവ് ചെയ്യാൻ ബാക്കി നിൽക്കുന്നുവെങ്കിൽ എന്ന് പറയുമ്പം നമ്മുടെ ജീവിതത്തിൽ ധാരാളം സ്വപ്നങ്ങൾ നമുക്കുണ്ട്. ഒരു വലിയ വീട് വയ്ക്കുക, ഒരു നല്ല കാറിൽ യാത്ര ചെയ്യുക, എന്തെങ്കിലും അടിയന്തര സാഹചര്യങ്ങൾ ഉണ്ടായാൽ നമുക്കൊരു സാമ്പത്തിക അടിത്തറ ഉണ്ടാകുക, വിദേശ യാത്രകൾ ചെയ്യുക. ഇപ്പം എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു വലിയ ഒരു ലൈഫ് സ്റ്റൈലായിട്ട് മാറിയിട്ടുണ്ട് വിദേശ യാത്ര എന്ന് പറയുന്നത്. അത് നേടുക, അംഗീകാരങ്ങൾ നേടുക, ഇതുപോലെ നിരവധി സ്വപ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോഴും മിച്ചം കിടക്കുകയാണ്. അത്തരത്തിലുള്ള നിങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം നേടിയെടുക്കാൻ കഴിയുന്ന വളരെ മനോഹരമായ അതിശയകരമായ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് മോദി കെയറിൻ്റെ ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ്. അപ്പോൾ എന്താണ് ഈ ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഇടനിലക്കാരെയും പരസ്യക്കാരെയും ഒഴിവാക്കി ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനിയിൽ നിന്ന് നേരിട്ട് ഉപഭോക്താവിലേക്ക് ഉൽപ്പന്നങ്ങൾ എത്തിക്കുകയാണ്. ഇവിടെ ഉപഭോക്താവ് തന്നെയാണ് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതും വിതരണം ചെയ്യുന്നതും. ഉപഭോക്താക്കളുടെ ഒരു നെറ്റ്വർക്കിലൂടെയാണ് ഈ ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യപ്പെടുന്നത്. നമ്മുടെ കൺവെൻഷണൽ മാർക്കറ്റിംഗ് സിസ്റ്റത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടാണ് ഈ ബിസിനസ് സിസ്റ്റം പ്രവർത്തിക്കുന്നത്. കൺവെൻഷണൽ മാർക്കറ്റിംഗ്, നിലവിലുള്ള മാർക്കറ്റിംഗ് സിസ്റ്റത്തിൽ ധാരാളം ഇടനിലക്കാരും പരസ്യക്കാരുമുണ്ട്. 35 രൂപയ്ക്ക് ഒരു കമ്പനി ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നം 100 രൂപയ്ക്കോളം ആകും നമ്മുടെ കയ്യിലെത്തുമ്പോൾ 65 രൂപയോളം നമ്മൾ ഇടനിലക്കാർക്കും പരസ്യക്കാർക്കും കൊടുക്കുന്ന പണമാണ്. ആ പണം ഇവിടെ കമ്പനി അവരാരുമില്ലാത്തതുകൊണ്ട് പലവിധ ബെനിഫിറ്റുകളായിട്ട്, ബോണസുകളായിട്ട് നിങ്ങളുടെ ജീവിത സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് കമ്പനി നൽകും. അതാണ് ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്ന പുത്തൻ ആശയം. ഈ കമ്പനി മോദി കെയർ എന്ന് പറയുന്ന നമ്മുടെ കമ്പനി 28 വർഷമായി ഈ ആശയത്തിലൂടെ ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ജീവിതമാണ് മാറ്റിമറിച്ചിരിക്കുന്നത്. എൻ്റെ ജീവിതവും എൻ്റെ ടീമിലുള്ള ധാരാളം ആൾക്കാരുടെ ജീവിതവും മോദി കെയറിലൂടെ മാറ്റിമറിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഓൾ ഇന്ത്യ ലെവലിൽ ലക്ഷോപലക്ഷം ആൾക്കാരുടെ സ്വപ്നങ്ങൾ റിയലൈസ് ചെയ്യാൻ കഴിഞ്ഞ വളരെ പ്രൂവണായിട്ടുള്ള ഒരു ബിസിനസ് അവസരമാണ്, ഒരു കമ്പനിയാണ് മോദി കെയർ എന്ന് പറയുന്നത്. ഈ കമ്പനി ധാരാളം പ്രോഡക്റ്റുകൾ നമുക്ക് ഈ സിസ്റ്റത്തിലൂടെ എത്തിച്ചിരുന്നുണ്ട്. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പല്ല് തേക്കാനുള്ള പേസ്റ്റ് തൊട്ട് നമ്മൾ കിടക്കുന്ന സമയം വരെ നമുക്ക് ഉപയോഗിക്കാനുള്ള നിത്യോപയോഗ സാധനങ്ങൾ മോദി കെയർ ബിസിനസ്സിലൂടെ അവൈലബിൾ ആണ്. 750-ലധികം ഉൽപ്പന്നങ്ങൾ, ആരോഗ്യ സംരക്ഷണത്തിനുള്ള വെൽനസ് പ്രോഡക്റ്റുകൾ, മേക്കപ്പ് ഉൽപ്പന്നങ്ങൾ, സ്കിൻ കെയർ പ്രൊഡക്റ്റുകൾ, ആഹാര പദാർത്ഥങ്ങൾ, നമ്മുടെ എണ്ണകൾ, പാചകത്തിനുള്ള എണ്ണ, അതുപോലെ തന്നെ സോപ്പ് പൊടികൾ, അതുപോലെ തന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, നെയ്യ്, കോക്കനട്ട് ഓയിൽ, പാസ്ത, അങ്ങനെ തേയില, അങ്ങനെ നിരവധി ഉൽപ്പന്നങ്ങൾ, പേഴ്സണൽ കെയർ, ഹോം കെയർ, അഗ്രി കെയർ, ജുവലറി കെയർ, ലോണ്ടറി കെയർ, ഓട്ടോ കെയർ, അതുപോലെ തന്നെ ഡിവൈൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വിളക്ക് കത്തിക്കുന്ന സമയത്ത് നമുക്ക് കത്തിക്കാനുള്ള ചന്ദനത്തിരി, നാച്ചുറൽ ഫ്രാഗ്രൻസ് ഉള്ള ചന്ദനത്തിരികൾ, വാച്ചസ്, എയർ പ്യൂരിഫയർ, വാട്ടർ പ്യൂരിഫയർ, ഓട്ടോ കെയർ, അങ്ങനെ നിരവധി 750-ലധികം ഉൽപ്പന്നങ്ങളാണ് മോദി കെയർ ഈ മാർക്കറ്റിംഗ് സിസ്റ്റത്തിലൂടെ വിപണനം ചെയ്യുന്നത്. മോദി കെയർ ഉൽപ്പന്നങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങളാണ്. ഇത് ഇന്ത്യൻ പ്രൈസിൽ നമുക്ക് കിട്ടുന്നു എന്ന് മാത്രമല്ല, ഈ ഓരോ ഉൽപ്പന്നങ്ങൾക്കും മോദി കെയർ കമ്പനി 100% സംതൃപ്തി ഉറപ്പ് നൽകുകയാണ് ഓരോ കസ്റ്റമർക്കും. ഏതെങ്കിലും ഒരു കസ്റ്റമർ വാങ്ങിച്ച് പൊട്ടിച്ചുപയോഗിച്ചിട്ട് അവർക്ക് ഈ ഉൽപ്പന്നത്തിന്മേൽ സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പണം 100% മടക്കി നൽകാമെന്നുള്ള ഗ്യാരണ്ടിയോട് കൂടിയാണ് കമ്പനി ഉൽപ്പന്നങ്ങൾ ഡയറക്റ്റ് സെല്ലിങ്ങോടെ വിൽക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് യാതൊരു തരത്തിലുള്ള റിസ്ക്കും ഈ ബിസിനസ്സിലില്ല. യാതൊരു മുതൽ മുടക്കും ഇല്ലാത്തത് കൊണ്ട് തന്നെ യാതൊരു റിസ്ക്കുമില്ല. ഉൽപ്പന്നങ്ങൾക്ക് ഗ്യാരണ്ടിയുമുണ്ട്. അപ്പം ഈ ഉൽപ്പന്നങ്ങളിലൂടെയാണ് യഥാർത്ഥത്തിൽ നമുക്ക് ജീവിതത്തിൽ നമുക്ക് ആവശ്യമുള്ള വരുമാനം നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നത്. സമീർ മോഡി ഇൻഫിനിറ്റി പ്ലാൻ 12 തരത്തിലുള്ള ഇൻകമാണ് നമുക്ക് ഓഫർ ചെയ്യുന്നത്. അത് ഓരോ ഇൻകവും 12 തരത്തിൽ ഇവിടെ വിശദീകരിക്കുന്നുണ്ട്. വരുന്ന സ്ലൈഡുകളിൽ നിങ്ങൾക്ക് കാണാം, ഞാനത് വിശദമായി പറയാം. മോദി കെയറിൽ നിന്ന് ഓരോ ഉൽപ്പന്നം വാങ്ങുമ്പോഴും നിങ്ങളൊരു അഡ്വൈസർ എന്നുള്ള നിലയിൽ ഇതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ കസ്റ്റമർക്കും മോദി കെയറിൽ നിന്ന് ഉൽപ്പന്നം വാങ്ങാൻ കഴിയും. മോദി കെയറിൽ അംഗമല്ലാത്ത ഉൽപ്പന്നങ്ങൾക്ക് ഈ അഡ്വൈസറായിട്ട് ജോയിൻ ചെയ്യുന്ന ആൾക്കാർ വഴി ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ കഴിയും. ഒരു അഡ്വൈസർ മോദി കെയറിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് 3 ഡ്യൂട്ടി അദ്ദേഹം നിർവഹിച്ചുകൊണ്ടാണ്. ആദ്യത്തെ ഡ്യൂട്ടി എന്ന് പറയുന്നത്
സെൽഫ് യൂസ് ആണ്. നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കൊണ്ടിരുന്ന ഉൽപ്പന്നങ്ങൾ റീപ്ലേസ് ചെയ്തിട്ട് മോദിക്കേൻ്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക. നമ്മൾ ഉപയോഗിച്ച് നോക്കി ബോധ്യപ്പെട്ട ഉൽപ്പന്നങ്ങൾ നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു 5-10 കസ്റ്റമർക്ക് നമ്മൾ ഷെയർ ചെയ്യുക, വിൽക്കുക. ഇത് ഡയറക്റ്റ് സെല്ലിംഗ് ആണ്. നമ്മുടെ പ്രധാനപ്പെട്ട 2 ഡ്യൂട്ടിയാണ് ഞാൻ ആദ്യം പറഞ്ഞത്. നമ്മൾ പ്രോഡക്റ്റ് ഉപയോഗിക്കുകയും വിൽക്കുകയും ചെയ്യുക എന്നുള്ളത്. മൂന്നാമത്തെ ഡ്യൂട്ടി എന്ന് പറയുന്നത് നമ്മുടെ വിപണന ശൃംഖല വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് അഡ്വൈസേഴ്സിൻ്റെ ഒരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യുക, ടീം ബിൽഡ് ചെയ്യുക. അപ്പോൾ ടീം ബിൽഡ് ചെയ്യുന്നതിലൂടെ നമുക്ക് കൂടുതൽ സെയിൽസ് നമുക്ക് ഈ കമ്പനിക്ക് നൽകാൻ കഴിയും. നമ്മൾ കൂടുതൽ സെയിൽസ് നൽകുന്നതിനനുസരിച്ച് കമ്പനി പലവിധ ബോണസുകൾ നമുക്ക് എവറി മന്ത് നമുക്ക് തന്നുകൊണ്ടിരിക്കും. അതാണ് ഈ മാർക്കറ്റിംഗ് രീതിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ഒരു അഡ്വൈസറായിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആധാർ കാർഡിൻ്റെ കോപ്പിയും പാൻ കാർഡിൻ്റെ കോപ്പി ഉണ്ടെങ്കിൽ ബാങ്ക് പാസ്ബുക്കിൻ്റെ ഫ്രണ്ട് പേജും 2 ഫോൺ നമ്പറും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് ഒരു രജിസ്ട്രേഷൻ ഫീ ഇല്ലാതെ നമുക്ക് ജോയിൻ ചെയ്യാൻ കഴിയും. അങ്ങനെ ജോയിൻ ചെയ്യുന്ന ഒരു അഡ്വൈസർക്ക്, ഒരു തുടക്കക്കാരനായിട്ടുള്ള ആൾക്ക് തന്നെ 5 ഇമ്മീഡിയറ്റ് ഇൻകം, ഉടൻ കിട്ടുന്ന വരുമാനം കമ്പനി നൽകുകയാണ് അദ്ദേഹത്തിന്. ആദ്യത്തെ വരുമാനം എന്ന് പറയുന്നത് നിങ്ങൾക്കിവിടെ കാണാം, 33% വരെ റീറ്റെയിൽ പ്രോഫിറ്റ് കിട്ടും. നിങ്ങളൊരു 100 രൂപയ്ക്ക് വാങ്ങുന്ന പ്രോഡക്റ്റ് അതിൻ്റെ MRP 133 രൂപയായിരിക്കും. നിങ്ങൾക്ക് അതിന് വിൽക്കാൻ കഴിയും 1000 രൂപയ്ക്കോ 2000 രൂപയ്ക്കോ 3000 രൂപയ്ക്കോ 5000 രൂപയ്ക്കോ 10000 രൂപയ്ക്കോ വാങ്ങി നിങ്ങൾക്ക് ഉപയോഗിക്കുകയോ വിൽക്കുകയോ ചെയ്യാം. ഇതൊരു ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ്സാണ്. ഇടനിലക്കാരെ ഒഴിവാക്കിയിട്ട് നമ്മുടെ വിതരണക്കാരായ അഡ്വൈസേഴ്സിലൂടെയാണ് കമ്പനി ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കപ്പെടുന്നത്, അഡ്വൈസേഴ്സിൻ്റെ ഒരു നെറ്റ്വർക്കിലൂടെ. അപ്പം ഓരോ നെറ്റ്വർക്കേഴ്സും ഡയറക്റ്റ് അഡ്വൈസേഴ്സും മോദിക്കേറിയ ഉൽപ്പന്നം വാങ്ങുമ്പോൾ 33% റീറ്റെയിൽ മാർജിൻ കിട്ടും. അതുപോലെ 15-ാം തീയതിക്കകം ഓരോ അഡ്വൈസേഴ്സും വാങ്ങുന്ന ഉൽപ്പന്നത്തിന് റീപർച്ചേസ് ഓഫർ എന്ന് പറയുന്ന ഒരു മനോഹരമായ ഒരു ഓഫർ കമ്പനി നൽകുന്നുണ്ട്. 1000 രൂപയ്ക്ക് പ്രോഡക്റ്റ് ഒരുമിച്ച് വാങ്ങിച്ചു കഴിഞ്ഞാൽ, സിംഗിൾ ഇൻവോയ്സ് വാങ്ങിച്ചു കഴിഞ്ഞാൽ 100 രൂപയുടെ ഉൽപ്പന്നം കമ്പനി അതിൻ്റെ 10% 100 രൂപയുടെ ഉൽപ്പന്നം കമ്പനി ഫ്രീ ആയിട്ട് നൽകും. 2000 രൂപയ്ക്കാണെങ്കിൽ 200 രൂപയുടേത്, 3000 രൂപയ്ക്കാണെങ്കിൽ 300 രൂപയ്ക്ക്, 5000 രൂപയ്ക്കാണെങ്കിൽ 500 രൂപയ്ക്ക് മേലുള്ള ഉൽപ്പന്നം നൽകും. അങ്ങനെ 11000 രൂപയ്ക്ക് വരെ ഒരു മാസം കമ്പനി 10% റീപർച്ചേസ് ഓഫർ നൽകും. അപ്പോൾ 43% നമുക്ക് ലാഭമായി. ഇതുകൂടാതെ കമ്പനി പറയാണ്, നിങ്ങൾ 6 മാസം തുടർച്ചയായി മോദി കെയറിൽ നിന്നും വാങ്ങുന്ന ഉൽപ്പന്നത്തിന്റെ ശരാശരി എടുത്തിട്ട് 7ാമത്തെ മാസം 10000 രൂപ വരെയുള്ള ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരാമെന്ന് പറയാണ്. ഉദാഹരണത്തിന് നമ്മൾ ഒരു അഡ്വൈസറായിട്ട് ജോയിൻ ചെയ്ത കമ്പനി പറയുന്നത് ഒരു 50 PV നിങ്ങൾ സ്വന്തം നിലയിൽ മിനിമം ചെയ്യാനാണ്. ഒരു 3000 രൂപയുടെ പർച്ചേസാണ് കമ്പനി പറയുന്നത്. 3000 രൂപയുടെ പർച്ചേസ് ചെയ്യുന്ന ഒരാൾക്ക് 6 മാസം 3000 രൂപയ്ക്ക് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ 7ാമത്തെ മാസം 3000 രൂപയുടെ പ്രോഡക്റ്റ് കമ്പനി ഫ്രീ ആയിട്ട് നൽകും. വീണ്ടും 6 മാസം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും 3000 രൂപയുടെ പ്രോഡക്റ്റ് കിട്ടും. ഒരു വർഷം തുടർച്ചയായി പർച്ചേസ് ചെയ്താൽ 2 തവണ കിട്ടുന്ന ഈ 3000-ന് പുറമെ ലോയൽറ്റി പ്ലസ് എന്ന് പറഞ്ഞിട്ട് ആനുവലായിട്ട് ഒരു 3000 രൂപയുടെ പ്രോഡക്റ്റ് കൂടെ നമുക്ക് ഫ്രീ ആയിട്ട് തരും. ഇത് നമുക്ക് ഉപയോഗിക്കുകയോ ആവശ്യമുള്ളത് ഉപയോഗിക്കുകയോ നമുക്ക് വിൽക്കുകയോ ചെയ്യാം. 33% ലാഭം കിട്ടും നമുക്ക് ആ ഉൽപ്പന്നത്തിന്. അതുകൂടാതെ ബോണസുകൾ കിട്ടും. അതുകൂടാതെ നമ്മൾ 10000 രൂപ വരെ നമുക്ക് ഒരു പ്രാവശ്യം ഈ ലോയൽറ്റി ഓഫർ കിട്ടും. ഒരു വർഷം 30000 രൂപ വരെ നമുക്ക് ഈ ലോയൽറ്റി ഓഫറിലൂടെ നമുക്ക് വരുമാനമായി നേടാൻ കഴിയും. അതൊരു 25%, നമ്മൾ പർച്ചേസ് ചെയ്യുന്നതിൻ്റെ 25% വരും. അപ്പോൾ 33-ഉം 10-ഉം 43, 25, 68% പർച്ചേസ് ഓഫർ മോദി കെയറിൻ്റെ അഡ്വൈസർമാർക്ക് പ്രോഡക്റ്റ് വാങ്ങുന്നതിന് വിൽക്കുന്നതിന് സ്പോട്ടിൽ കമ്പനി നൽകുന്നുണ്ട്. ഇതുകൂടാതാണ് കമ്പനി പ്രോഗ്രഷൻ ബോണസ് നൽകുന്നത്. നമ്മൾ വാങ്ങുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഒരു ബിസിനസ് വോളിയം ഉണ്ടായി, ബിസിനസ് വോളിയത്തിനനുസരിച്ച് മാസം തോറും കമ്പനി നമ്മൾ സ്വന്തമായി വാങ്ങുന്നതിനും 2 മുതൽ 6% വരെ നമുക്ക് പ്രോഗ്രഷൻ ബോണസ് ബാങ്കിൽ പണമായി നൽകും. നമ്മളുടെ ടീം ഉണ്ടാക്കുമ്പം ഓരോ ടീമിലും അവരവർക്ക് വേണ്ടുന്നത് കൊടുത്തിട്ട്, അർഹമായത് കൊടുത്തിട്ട് ബാക്കി വരുന്ന ഗ്യാപ്പ് കമ്മീഷനും നമ്മളെ ബാങ്ക് അക്കൗണ്ടിൽ വരും. ഇതിനു പുറമെ വളരെ മനോഹരമായ ഒരു ഓഫറാണ് തുടക്കക്കാരായ ആൾക്കാർക്ക്, അഡ്വൈസേഴ്സിന് മോഡി കെയർ കമ്പനി ഓഫർ ചെയ്യുന്നത്. ആ ബോണസിൻ്റെ പേരാണ് പവർ ഓഫ് 4 എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ് ഈ ബോണസ്. നമ്മൾ ഒരു അഡ്വൈസറായി ജോയിൻ ചെയ്യും. നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട പരിചയക്കാർ സുഹൃത്തുക്കളുമായിട്ടുള്ള അധിക വരുമാനം ആഗ്രഹിക്കുന്ന ഒരു 4 ആൾക്കാരെ നമ്മളോടൊപ്പം അഡ്വൈസേഴ്സായിട്ട് നമ്മളെ താഴെ ജോയിൻ ചെയ്യിപ്പിക്കുകയും ചെയ്ത് അവരെ കൊണ്ട് 50 PV പർച്ചേസ് ചെയ്യാനും അത് വിൽക്കാനും വേണ്ട സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക എന്നുണ്ടെങ്കിൽ, 50 PV എന്ന് പറഞ്ഞാൽ അറൗണ്ട് 3000 റുപ്പീസിനകത്താണ് ചെയ്ത് കൊടുക്കാമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പവർ ഓഫ് 4ൻ്റെ നാഷണൽ പൂളിൽ നിന്നുള്ള ഷെയറിന് നമ്മൾ അർഹമാകും. ഈ നാഷണൽ പൂൾ എന്ന് പറയുന്നത് ഇതിൻ്റെ മനോഹാരിത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന ബിസിനസ് മാത്രമല്ല,
ഓൾ ഇന്ത്യ ലെവലിൽ മോഡി കെയറിലുള്ള മൊത്തം കൺസൾട്ടന്റുമാരും അഡ്വൈസേഴ്സും ചെയ്യുന്ന ബിസിനസിന്റെ വോളിയം എടുത്തിട്ട് അതിന്റെ 4% മാറ്റി വെച്ചിരിക്കുന്നത്. നിങ്ങൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ 2 ഷെയർ, ഒരു ഷെയറിന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് 500 രൂപയ്ക്കകത്ത് മിനിമം ഉണ്ടാകും. 2 ഷെയർ ആകുമ്പോൾ 1000 രൂപ നിങ്ങൾക്ക് ഈ പ്രോഗ്രഷൻ ബോണസിന് പുറമേ ബാങ്കിൽ കമ്മീഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കും. ഇനി ഈ ABCD എന്ന് പറയുന്ന 4 പേരുടെ ടീമിൽ അവർ ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 ഷെയർ എന്നുള്ളിടത്ത് 4 ഷെയർ ഏകദേശം 2000 രൂപയോളം നമുക്ക് ഈ പവർ ഓഫ് ബോണസിന്റെ പവർ ഓഫ് പൂളിലെ ഷെയർ ആയിട്ട് നമുക്ക് ബാങ്ക് അക്കൗണ്ടിൽ ലഭിക്കും. ഇത് വളരെ സിമ്പിൾ ബോണസാണ്, എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ബോണസാണ്. അപ്പൊ നമ്മൾ ഈ അഡ്വൈസർ ലെവലിൽ നമുക്ക് കിട്ടുന്ന ഈ 5 വരുമാനമാണ് നമ്മൾ ഈ പവർ ഓഫ് 4 എന്ന് പറയുന്ന ഈ സിസ്റ്റം നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നതിലൂടെ തന്നെ നിങ്ങളുടെ ഈ നെറ്റ്വർക്ക് വികസിക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഡയറക്ടർ എന്ന് പറയുന്ന കമ്പനിയുടെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു ടൈറ്റിലേക്ക് നമുക്ക് എത്താൻ കഴിയും. ദേ നോക്കിക്കോളൂ, നിങ്ങളുടെ ഓരോ ABC എന്ന് പറഞ്ഞ് നിങ്ങൾ നേരിട്ട് ഇതിലേക്ക് കൊണ്ടുവന്ന അഡ്വൈസേഴ്സിന്റെ ടീമിൽ അവര് ഈ പവർ ഓഫ് 4ന്റെ 2 ഷെയറിന് വേണ്ടി അവർ 4 ആൾക്കാരെ അസോസിയേറ്റ് ചെയ്യിച്ചിട്ട് 50 PV വെച്ച് ചെയ്യുമ്പം 250 PV ഈ എക്ക് വരും. അങ്ങനെ നിങ്ങൾ 4 പേരെയും പ്രൊമോട്ട് ചെയ്ത് കഴിയുമ്പം 4 ടീമിലൂടെ നിങ്ങൾക്ക് 1000 PV നിങ്ങൾ വഴി ഈ ടീം വഴി നടക്കും. നിങ്ങൾ സ്വന്തമായി ഒരു 100 PV ചെയ്ത് കഴിയുമ്പോൾ 1100 PV ആയി. 1100 PV സെയിൽ ചെയ്യുന്ന ഒരു അഡ്വൈസറുടെ പേര് ഡയറക്ടർ എന്നാണ്. കമ്പനി ഡയറക്ടറായിട്ട് പ്രൊമോഷൻ കൊടുക്കും. ഡയറക്ടർക്ക് നേരത്തെ പ്രോഗ്രഷൻ ബോണസിന് പുറമെ പുതുതായി കമ്പനി 3 പൂൾ ഷെയർ കൂടെ നൽകും. ഈ സമീർ മോഡി ഇൻഫിനിറ്റി പ്ലാനിലെ ഏറ്റവും വലിയ ഒരു പൂൾ ബോണസ് ആണ് ഡയറക്ടർ ബോണസ് എന്ന് പറയുന്നത്. 17% കമ്പനി അത് മാറ്റിവെച്ചിരിക്കുന്നത്. അതിൽ നിന്ന് ഒരു ഷെയർ നിങ്ങൾക്ക് ഡയറക്ടർ ബോണസ് ആയിട്ട് കിട്ടും. മിനിമം ഒരു 3000 റുപ്പീസ് ഈ 1100 PV കൊണ്ടുവന്ന് നിങ്ങൾ ഒരു ഡയറക്ടർ ആയി കഴിഞ്ഞാൽ മിനിമം കിട്ടും. നിങ്ങൾ കൂടുതൽ വോളിയം കൊണ്ടുവന്നു കഴിഞ്ഞാൽ 250 PV എന്ന് പറയുന്നിടത്ത് നിങ്ങൾ ഒരു ടീമിൽ 500 PV കൊണ്ടുവരികയാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് വോളിയം കൂടും, അതിനനുസരിച്ച് ഡയറക്ടർ ബോണസിന്റെ എമൗണ്ടും കൂടും. അപ്പം 3000 എന്നുള്ളത് ചിലപ്പോൾ 6000 ആകും. ആ രീതിയിൽ വോളിയം കൂട്ടിയിട്ട് നമുക്ക് കൂടുതൽ ബോണസ് ഡയറക്ടർ ലെവലിൽ തന്നെ നമുക്ക് നേടാൻ കഴിയും. ഈ മിനിമത്തിലാണെങ്കിൽ 3000 രൂപയോളം നിങ്ങൾക്ക് വരുമാനം ഡയറക്ടർ ബോണസ് ആയിട്ട് കിട്ടും. ഇതുകൂടാതെ ഈ ഡയറക്ടർ റാങ്കിൽ തന്നെ കമ്പനി നാഷണൽ സെയിൽസിന്റെ 3% വെഹിക്കിൾ ബോണസിന് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. അത് എക്സ്ക്ലൂസീവ്ലി ഫോർ ഡയറക്ടേഴ്സ് ആണ്. അത് ഡയറക്ടറായിട്ടുള്ള ആൾക്കാർക്ക് മാത്രമാണ് ലഭിക്കുന്നത്. അത് 2500 രൂപ വരെ കമ്പനി ഒരു മാസം തരും. നിങ്ങൾക്ക് കുറഞ്ഞത് ഒരു 1000 രൂപയ്ക്ക് മേളിൽ 1500 രൂപ ഈ മിനിമത്തിൽ തന്നെ നിങ്ങൾക്ക് വെഹിക്കിൾ ബോണസ് നേടാൻ കഴിയും. നിങ്ങൾക്ക് പെട്രോൾ അടിക്കാനോ വാഹനം വാങ്ങാനോ ഒക്കെ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം. അതിനു പുറമെ മൂന്നാമതൊരു നാഷണൽ ട്രാവൽ ബോണസ് കമ്പനി ഓഫർ ചെയ്യുന്നുണ്ട് ഡയറക്ടർ റാങ്കിലുള്ള ആൾക്ക്. ഇത് സീനിയർ ഡയറക്ടർക്കും കൂടെ ഷെയർ ചെയ്യുന്ന പൂളാണ്. 4% കമ്പനി മാറ്റിവെച്ചിരിക്കുന്നത്. ഇന്ത്യയിലുള്ള മനോഹരമായ സ്ഥലങ്ങൾ കാണാൻ വേണ്ടിയിട്ട് കമ്പനി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഫണ്ടാണിത്. പക്ഷേ ഈ ഫണ്ട് നമ്മുടെ ബോണസിനോടൊപ്പം തന്നെ കമ്പനി എല്ലാ മാസവും നമ്മളെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തരും, ഈ 3 ഫണ്ടും. അപ്പം ഈ നാഷണൽ ട്രാവൽ ബോണസ് 4500 രൂപയുടെ വരെ കിട്ടും. നിങ്ങൾക്ക് ഒരു 1500 രൂപ കണക്കാക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒരു ഡയറക്ടർ റാങ്ക് ക്വാളിഫൈ ചെയ്യുന്ന ഒരാൾക്ക് ഒരു 3000 രൂപ ഡയറക്ടർ ബോണസും അതുപോലെ തന്നെ വെഹിക്കിൾ ബോണസ് ഒരു 1500 രൂപ, ഇതൊരു 1500 രൂപ, ഏകദേശം 5000-നും 6000-നും ഇടയ്ക്കുള്ള ബോണസ് ഈ 3 പൂളിൽ നിന്ന് കിട്ടും. ഇതുകൂടാതെ പ്രോഗ്രഷൻ ബോണസ് കിട്ടും. വളരെ മനോഹരമായൊരു ബോണസാണ്. നേരത്തെയൊക്കെ ഒരു ഡയറക്ടർ ആകുന്ന ഒരാൾക്ക് 2000 രൂപ 3000 രൂപയൊക്കെ വരുമാനം കിട്ടുന്നിടത്താണ് കമ്പനി ഈ പുതിയ 4 പൂളിൽ നിന്നും പ്രോഗ്രഷൻ ബോണസിന് പുറമെ ഈ 4 പൂളിൽ നിന്നുള്ള വരുമാനം ഒരു ഡയറക്ടർ നൽകുന്നത്. വളരെ മനോഹരമായ ഒരു പ്ലാനാണ് ഈ സമീർ മോഡി ഇൻഫിനിറ്റി പ്ലാൻ എന്ന് പറയുന്നത്. കൂടുതൽ ഡയറക്ടേഴ്സിനെ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത പ്രവർത്തനം. നമ്മൾ ഡയറക്ടറായി ഇനി നമ്മുടെ താഴെ കൂടുതൽ ഡയറക്ടേഴ്സിനെ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ കൂടുതൽ ഡയറക്ടേഴ്സിനെ ബിൽഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ 4 ലെഗിനെ മാത്രം ഫോക്കസ് ചെയ്ത് നമ്മൾ പ്രവർത്തിച്ചാൽ മതി. കാര്യം അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ട് ഈ കമ്പനിയുടെ ടോപ്പ് ലെവൽ വരെ നമുക്ക് അച്ചീവ് ചെയ്യാൻ കഴിയും. കൂടുതൽ ആൾക്കാർ വന്നാൽ ഈ 4 ലെഗിൽ നിങ്ങൾക്ക് താഴോട്ട് സ്പോൺസർ ചെയ്ത് കൊടുക്കാനും പറ്റും. അതിന്റെ വരുമാനമൊക്കെ നിങ്ങൾക്ക് തന്നെ കിട്ടും.
അപ്പം നിങ്ങൾ അങ്ങനെ സപ്പോർട്ട് ചെയ്ത്, ഈ ടീമിനെ സപ്പോർട്ട് ചെയ്ത്, അവര് നിങ്ങൾ ഡയറക്ടർ ആയതുപോലെ നിങ്ങളുടെ ഒരു ലെഗ് ഡയറക്ടർ ആയി കഴിഞ്ഞാൽ സീനിയർ ഡയറക്ടർ ആണെന്ന് എന്നാണ് നിങ്ങളുടെ അടുത്ത കരിയർ പ്രൊമോഷൻ കിട്ടുന്നത്. ഈ സീനിയർ ഡയറക്ടർ ആയി കഴിഞ്ഞാൽ 17% ഡയറക്ടർ ബോണസും 4% നാഷണൽ ട്രാവൽ ബോണസിനും പുറമെ മെന്റർഷിപ്പ് ബോണസ് എന്ന് പറയുന്ന വളരെ മനോഹരമായ ബൃഹത്തായ ഒരു ബോണസിന് നിങ്ങൾ ക്വാളിഫൈഡ് ആകും. അതിന് നമുക്ക് ഡയറക്ടർ ആകുന്ന ലെഗിൽ 3600 PV, 1100 PV ആകുമ്പോഴാണ് ഒരു ക്വാളിഫൈഡ് ഡയറക്ടർ നമ്മളെ ലെഗിൽ ക്വാളിഫൈഡ് ആവുന്നത്. 3600 PV കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ മെന്റർ ബോണസിന് ക്വാളിഫൈഡ് ആവും. 3600 PV കൊണ്ടുവരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു സീനിയർ ഡയറക്ടർ റാങ്കിൽ തന്നെ ഒരു 25,000 രൂപയ്ക്ക് മേളിൽ മാസ വരുമാനം നമുക്ക് ഈ പ്ലാനിലൂടെ നമുക്ക് നേടിയെടുക്കാൻ കഴിയും. നിങ്ങളുടെ 4 ലെഗിൽ രണ്ടാമത്തെ ലെഗും ഡയറക്ടർ റാങ്ക് ക്വാളിഫൈഡ് ആയി കഴിഞ്ഞാൽ 1100 PV കൊണ്ടുവന്ന രണ്ടാമത്തെ ലെഗും ഡയറക്ടർ ആകാൻ വേണ്ടിയിട്ട് നിങ്ങൾ കണ്ടു എങ്ങനെയാണ് ആകുന്നതെന്നുള്ളത്. ഡയറക്ടർ റാങ്ക് ആയി കഴിഞ്ഞാൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എന്ന് പറഞ്ഞൊരു പദവി നിങ്ങൾക്ക് കിട്ടും. എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാഷണൽ ട്രാവൽ ഫണ്ടിന്റെ സ്ഥാനത്ത് വേൾഡ് ടൂർ ഫണ്ടാണ് കമ്പനി ഓഫർ ചെയ്യുന്നത്. കമ്പനി വർഷം 2 ടൂറ് വിദേശയാത്രകൾ കമ്പനി ഓഫർ ചെയ്യുന്നുണ്ട്. ഞാൻ ധാരാളം വിദേശയാത്രകൾ, 23-ലധികം വിദേശയാത്രകൾ മോഡിക്കേണ്ട ഈ ഫണ്ടിലൂടെ ഞാൻ യാത്ര ചെയ്ത ആളാണ്. എൻ്റെ ടീമിൽ ധാരാളം ആൾക്കാരെ, 115ഓളം ആൾക്കാരെ ഞാൻ വിദേശയാത്രയ്ക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പം ഈ ഫണ്ട് നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും. നേരത്തെ പറഞ്ഞ ഡയറക്ടർ ബോണസിനും മെന്റർഷിപ്പ് ബോണസിനും പുറമെ 2 ടീമിനെ നിങ്ങൾ മെന്റർഷിപ്പ് ബോണസിന് ക്വാളിഫൈ എടുക്കുക എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 50,000-നകത്ത് അതിന് മേളിൽ വരുമാനം നേടിയെടുക്കാൻ കഴിയും. ഇനി മൂന്നാമത്തെ ലെഗിനെ നിങ്ങൾക്ക് ഡയറക്ടർ ആക്കി ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിച്ചാൽ സീനിയർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എന്ന് പറയുന്ന വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു പൊസിഷനിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയും. സീനിയർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയി കഴിഞ്ഞാൽ കമ്പനി ഒരു അഡീഷണൽ ഫണ്ട് കൂടെ നേരത്തെ കണ്ട ഫണ്ടുകൾക്ക് പുറമെ കമ്പനി തരും. അത് ലക്ഷറി കാർ ഫണ്ടാണ്. കമ്പനിയുടെ നാഷണൽ സെയിൽസിന്റെ 5% കമ്പനി മാറ്റിവെച്ചിരിക്കുകയാണ് ഇതിനു വേണ്ടിയിട്ട്. അതിൽ നിന്നൊരു ഷെയർ നിങ്ങൾക്ക് മാസം നിങ്ങൾക്ക് കാർ മേടിക്കാൻ വേണ്ടിയിട്ട് കമ്പനി മാസം നൽകും. ഈ ഫണ്ടുകളൊക്കെ തന്നെ 50,000 രൂപ നിങ്ങൾക്ക് ഇൻകം വരുന്നിടം വരെ എല്ലാ ഫണ്ടും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കമ്പനി തന്നുകൊണ്ടിരിക്കും. 50,000 രൂപയ്ക്ക് മേളിൽ വരുമാനം വരുമ്പോൾ ലക്ഷറി കാർ ഫണ്ട് പോലുള്ള കാർ ഫണ്ടുകൾ കമ്പനി ഹോൾഡ് ചെയ്യുകയും നിങ്ങൾ പുതിയ കാർ മേടിക്കാൻ റെഡിയാകുന്ന സമയത്ത് ഈ ഫണ്ട് നിങ്ങൾക്ക് റിലീസ് ചെയ്ത് തരികയും ചെയ്യും. ഇത് ഒരു മാസം നമുക്ക് 40,000 രൂപ വരെ ഒരു മാസം ഈ കാർ ഫണ്ടായിട്ട് നമുക്ക് ലഭിക്കും. എൻ്റെ ടീമിൽ ധാരാളം ആൾക്കാർ ഈ കാർ ഫണ്ട് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. ഞാൻ 3 കാറ് മോഡിക്കേറിൻ്റെ ഈ പഴയ പ്ലാനിലൂടെ തന്നെ വാങ്ങിയ ആളാണ്. ഇനി ഡിയർ ഫ്രണ്ട്സ്, മോഡിക്കെയർ പ്ലാനിൻ്റെ ഏറ്റവും മഹത്തരമായ ഒരു ടൈറ്റിലാണ് പ്ലാറ്റിനം ഡയറക്ടർ എന്ന് പറയുന്ന ടൈറ്റിൽ. ഈ ടൈറ്റില് നിങ്ങൾ നേരത്തെ കൊണ്ടുവന്ന 4 പേരിൽ ആ ടീമിൽ 4 ഡയറക്ടേഴ്സിനെ സൃഷ്ടിച്ചു കഴിയുമ്പോൾ വെറും 1100 GPV ഗ്രൂപ്പ് PV നിങ്ങൾ ഉണ്ടാക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ പ്ലാറ്റിനം ഡയറക്ടർ എന്ന് പറയുന്ന പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ടൈറ്റിൽ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ കഴിയും. പ്ലാറ്റിനം ഡയറക്ടർ അച്ചീവ് ചെയ്യുന്ന ഒരു ലീഡർക്ക് ഈ കമ്പനിയുടെ 90% ബോണസിന്റെയും ഷെയർ കമ്പനി ഓഫർ ചെയ്യുകയാണ്. കാര്യം ആ ലീഡർക്ക് ഡയറക്ടർ ബോണസും മെന്റർഷിപ്പ് ബോണസും വേൾഡ് ടൂർ ഫണ്ടും ലക്ഷറി കാർ ഫണ്ടിനും പുറമെ അദ്ദേഹത്തിന്റെ സ്വപ്നമായ ഡ്രീം ഹൗസ് ബോണസ് കമ്പനി നൽകി തുടങ്ങും. ഇത് ഒരു മാസം 50,000 രൂപ വരെയാണ് കമ്പനി ഒരു മാസം ഈ ഡ്രീം ഹൗസ് ബോണസ് ആയിട്ട് നൽകുന്നത്. ഡിയർ ഫ്രണ്ട്, ജസ്റ്റ് 4 ലെഗ് 4 ലെഗിനെ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്ത് പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2-3 മാസം കൊണ്ട് നിങ്ങൾക്ക് പ്ലാറ്റിനം ഡയറക്ടർ എന്ന് പറഞ്ഞ പൊസിഷൻ അച്ചീവ് ചെയ്തുകൊണ്ട് ഈ കമ്പനിയുടെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള വളരെ കോമ്പൻസേറ്റിംഗ് ആയിട്ടുള്ള 17% ഡയറക്ട് ബോണസ് പൂളിനും 15% മെന്റർഷിപ്പ് ബോണസ് പൂളിനും 6% വേൾഡ് ടൂർ ഫണ്ടിനും 5% ലക്ഷറി കാർ ഫണ്ടിനും 4% ഡ്രീം ഹോം ഫണ്ടിനും ഉൾപ്പെടെ ലക്ഷങ്ങൾ വരുമാനം നേടിക്കൊണ്ട് നമ്മുടെ ജീവിത സ്വപ്നങ്ങൾ നേടിയെടുക്കാനും നമ്മുടെ ലൈഫ് സ്റ്റൈൽ നമുക്ക് ഇൻക്രീസ് ചെയ്യാനും കഴിയും. ഈ കമ്പനി നമുക്ക് ആവശ്യമുള്ള പണം തരുന്നതോടൊപ്പം തന്നെ നമ്മുടെ ജീവിത സ്വപ്നങ്ങൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി
നമുക്ക് കാറ് വാങ്ങാനും വിദേശ യാത്ര ചെയ്യാനും വീട് വെക്കാനും ഒക്കെ നമ്മൾ ഫണ്ട് തരികയാണ്, തിരിച്ചടയ്ക്കേണ്ടാത്ത ഫണ്ട്. യഥാർത്ഥത്തിൽ ആൾക്കാർ പണിയെടുക്കുന്ന പണം മൊത്തം അവർ കാറ് വാങ്ങിയതിൻ്റെയും വീട് വെച്ചതിൻ്റെയും കുട്ടികളെ പഠിപ്പിച്ചതിൻ്റെയും EMI ആയിട്ടാണ് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ശമ്പളം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇതിനെല്ലാം ജോലി ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെല്ലാം അടയ്ക്കാനേ നമുക്ക് കാണും. ആയുഷ്കാലം മൊത്തം നമ്മൾ എടുത്ത ലോണുകൾ തിരിച്ചടയ്ക്കുക എന്നുള്ളതാണ്. പക്ഷെ ഈ കമ്പനി ഓഫർ ചെയ്യുന്ന ഈ ഇൻഫിനിറ്റി പ്ലാനിൽ, സമീർ മോഡി ഇൻഫിനിറ്റി പ്ലാനിൽ ഇവർ ഇതിനെല്ലാമുള്ള ഫണ്ട് മാസാമാസം ഇങ്ങോട്ട് നമുക്ക് തരികയാണ്. നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള കാർ മേടിക്കാനും നമുക്ക് ആ ഇഷ്ടമുള്ള രാജ്യങ്ങളിൽ കമ്പനി കൊണ്ടുപോകാനും ഒക്കെ ആയിട്ട് കമ്പനി അത് വിനിയോഗിക്കും. ഡിയർ ഫ്രണ്ട്സ്, ആ 4 പേരെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് പ്രൊമോട്ട് ചെയ്ത് കഴിയുമ്പം ആ 4 ടീമിൽ നിങ്ങളുടെ താഴെയുള്ള ആൾക്കാർ ഡയറക്ടറും സീനിയർ ഡയറക്ടറും ഒക്കെ ആവുന്നതനുസരിച്ച് നിങ്ങളുടെ ടൈറ്റിൽ ഇരുന്നുകൊണ്ടിരിക്കും. കമ്പനിയുടെ ടോപ്പ് ടൈറ്റിലായ ഗ്ലോബൽ ബ്ലൂ ഡയമണ്ട് ഡയറക്ടർ വരെയുള്ള റാങ്കുകൾ നിങ്ങൾക്ക് 1-2 വർഷം കൊണ്ട് അച്ചീവ് ചെയ്യാൻ കഴിയും. സുരേഖ ഭാർഗവ് ഉൾപ്പെടെയുള്ള ആൾക്കാർ 14 ലെഗിലൂടെ, ഞാൻ ഉൾപ്പെടെ 14 ലെഗിലൂടെയാണ് ഞങ്ങൾ പ്രവർത്തിച്ചത്. ആ 14 ലെഗിനെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. സമീർ മോഡി ഇൻഫിനിറ്റി പ്ലാന്റ് ബ്യൂട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ലെഗ് വഴി കമ്പനിയുടെ ടോപ്പ് ടൈറ്റിൽ അച്ചീവ് ചെയ്യാൻ കഴിയും. സുരേഖ ഭാർഗവ് വാങ്ങുന്ന 2 കോടി രൂപ, ആ വാങ്ങുന്ന ടൈറ്റിൽ വരെ അറ്റ് പ്രസന്റ് 2 കോടി രൂപയ്ക്ക് മേളിൽ സുരേഖ ഭാർഗവ് മാം ടോപ്പ് അച്ചീവർ ആയിട്ട് വാങ്ങുന്നുണ്ട്. ജിഷാദ് ബക്കർ കേരളത്തിൽ 30 ലക്ഷം രൂപയ്ക്ക് മേളിൽ വരുമാനം വാങ്ങുന്ന ആ ടൈറ്റിൽ വരെ നമുക്ക് 4 ലെഗിലൂടെ നേടിയെടുക്കാൻ കഴിയുമെന്നുള്ളതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഡിയർ ഫ്രണ്ട്സ്, ഇതൊരു ഡയറക്ട് സെല്ലിംഗ് ബിസിനസിന്റെ ഒരു ഗോൾഡൻ ഏരിയയാണ് വരാൻ പോകുന്നത്. സുവർണ കാലഘട്ടമാണ്. കാര്യം ഗവൺമെന്റ് സപ്പോർട്ടോടെയാണ് മോഡി കെയർ പോലുള്ള ജെന്യുവൻ ആയിട്ടുള്ള ഡയറക്ട് സെല്ലിംഗ് കമ്പനികൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ഗവൺമെന്റിന്റെ പൂർണ്ണ സപ്പോർട്ടുണ്ട്. ഈ മണി ചെയിൻ പോലുള്ള കമ്പനികളെ ഗവൺമെന്റ് നിരോധിച്ചിരിക്കുകയാണ്. അത്തരം ബൈനറി സിസ്റ്റത്തിനെയൊന്നും ഒരു കാരണവശാലും കമ്പനി ഈ പ്ലാനിൽ പ്രൊമോട്ട് ചെയ്യില്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് കടന്നു വരാം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സീനിയർ ആയിട്ടുള്ള ആൾക്കാരോട് നിങ്ങൾക്ക് ചോദിച്ച് മനസ്സിലാക്കാൻ കഴിയും. ഡിയർ ഫ്രണ്ട്സ്, സോ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് മോഡി കെയർ ബിസിനസ്സിലേക്ക് ധാരാളം ആൾക്കാർ ഇവിടെ മോഡി കെയറിൽ കടന്നു വന്ന 5ാം ക്ലാസ് മാത്രം പാസ്സായ ജെസ്സി പീറ്റർ 3-3.5 ലക്ഷം രൂപ വാങ്ങുന്നു. എല്ലാ മേഖലയിലുള്ള ആൾക്കാർ, അഡ്വക്കേറ്റ്സ്, അതുപോലെ തന്നെ ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, ലോയേഴ്സ്, സ്റ്റുഡൻസ്, വീട്ടമ്മമാരൊക്കെ തന്നെ ധാരാളം ആൾക്കാർ മോഡി കെയറിൽ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ ടീമിൽ മോഡി കെയറിനെ നെഞ്ചോട് ചേർത്ത് സീറോ ടു ഹീറോ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രേറ്റ് ലീഡറെ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി വിളിക്കുകയാണ്. അദ്ദേഹം മറ്റാരുമല്ല, പല വിദേശ യാത്രകൾ മോഡി കെയറിലൂടെ ചെയ്ത് മോഡി കെയറിലെ പ്രസ്റ്റീജിയസ് ടൈറ്റിലായ പ്ലാറ്റിനം ഡയറക്ടർ റാങ്ക് കരസ്ഥമാക്കി മോഡി കെയറിന്റെ വിദേശ യാത്രാ ഫണ്ടും കാർ ഫണ്ടും ഹോം ഫണ്ടും ഒക്കെ നേടിയെടുത്തിട്ടുള്ള നമ്മുടെ ഗ്രേറ്റ് ലീഡർ പ്രകാശ് സാറിനെയാണ് ഞാൻ ക്ഷണിക്കുന്നത്. അദ്ദേഹം ഈ കഴിഞ്ഞ വർഷം തന്നെ 2 വിദേശ യാത്രയാണ്, നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാം, ശ്രീലങ്കൻ ക്രൂസിനും ദുബായ് ട്രിപ്പിനും വേണ്ടി അദ്ദേഹം. ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമസ്കാരം. ശരിക്കും മനോജ് സാർ നല്ല രീതിയിൽ ഒരു പ്രസന്റേഷൻ ചെയ്തു. എനിവേ, ഇത് വളരെ ടൈം കുറച്ചായതുകൊണ്ട് ഡയറക്റ്റായിട്ട് വിഷയത്തിലോട്ട് പോകാം. ഇപ്പൊ നമ്മള് എന്ത് പറഞ്ഞാലും നമ്മളെല്ലാവരും ഇത് സൂം പ്രോഗ്രാം എല്ലാവരുടെയും ഏറ്റവും പ്രധാനപ്പെട്ട അസറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫാണ്, ജീവിതമാണ്. അതിനെയാണ് പിന്നെ വിജയിപ്പിക്കുക മറ്റു കാര്യങ്ങൾക്ക്. ലൈഫാണ് ഇമ്പോർട്ടന്റ്. അപ്പൊ ലൈഫിനെ നമ്മൾ മോണിറ്റർ ചെയ്ത വളരെ കുറച്ച് കാറ്റഗറി പീപ്പിൾ സ്വർണ്ണ കരണ്ടിയോട്ട് ജനിക്കും. അവർ ലൈഫിൽ എല്ലാ സൗകര്യങ്ങളോടെയും ജനിക്കുകയാണ്. അതൊരു ലിമിറ്റഡ് കാറ്റഗറി. ബാക്കി എല്ലാ ആൾക്കാർക്കും ലൈഫിൽ അവരുടെ ലൈഫിനെ മേക്ക് ചെയ്യാൻ അവർക്ക് കമ്മിറ്റ്മെന്റും റെസ്പോൺസിബിലിറ്റിയോടാണ് അവർ ജനിച്ചു വരുന്നത്. ഇപ്പൊ ലൈഫ് അസറ്റാണ്. ജനനവും മരണവും നമ്മുടെ കയ്യിലല്ല. ഇതിന്റെ ഇടയ്ക്കുള്ള ടൈം നമ്മുടെ കയ്യിൽ തന്നിരിക്കുകയാണ്. ഇതിനാണ് കോടികളുടെ വില. ഈ ലൈഫിനെയാണ് ഈ ലൈഫിൽ സക്സസ് ഉണ്ട്, അത് യഥാക്രമം എടുക്കുക എന്നുള്ളത്. അപ്പൊ ഈ ഇൻഡസ്ട്രി, ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയെ ഞാൻ പഠിച്ചിടത്തോളം ഒരു 95% ആൾക്കാർക്കും ഇതറിയില്ല. ട്രൂ ലേണിംഗ് ഇല്ല. മനസ്സിലായി? അപ്പൊ നമുക്ക് ആവശ്യം ട്രൂ ലേൺ ആണ്. മോർ ലേൺ മോർ ഏൺ. കൂടുതൽ പഠിച്ചാൽ കൂടുതൽ ഏൺ ചെയ്യാൻ. നോ, അങ്ങനെയല്ല. അത് റോങ് ആയിട്ട് പഠിച്ചു വയ്ക്കും. നോ, ട്രൂ ലേൺ, സത്യസന്ധമായിട്ടുള്ള ട്രൂ ലേൺ, ട്രൂ ടീച്ച്, ദെൻ ട്രൂ ഏൺ. അപ്പം ട്രൂ ലേൺ എന്ന് പറഞ്ഞ ഇൻഡസ്ട്രി എന്താണ്? ഇൻഡസ്ട്രി 1% പോലും ആയിട്ടില്ല. അത്ര വലിയ ഇൻഡസ്ട്രി. ലോക രാജ്യത്ത് 100 കൊല്ലമായ ഇൻഡസ്ട്രി. ഇന്ത്യയിൽ 30 വർഷം ആവാൻ പോകുന്നു. ഇത് തുടങ്ങിയിട്ടില്ല, 1% പോലും ആയിട്ടില്ല. ഇതിന്റെ സുവർണ കാലം പറഞ്ഞതേ ഉള്ളൂ.
ഇതിൽ നിൽക്കുന്നവരല്ല ഈ ബിസിനസിനെ ട്രൂ ആയിട്ട് ലേൺ ചെയ്ത് ഇതിൽ എന്തൊക്കെ വേണം. നമുക്കറിയാം ട്രഡീഷണൽ ബിസിനസ്സിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇന്നത്തെ കാലത്ത് നോക്കിയാൽ നമുക്കൊരു വലിയ ക്യാപിറ്റൽ വേണം, ഷോപ്പോ ലാൻഡോ ഗോഡൌണോ വേണം, ലേബേഴ്സ് വേണം. ഒരുപാട് ആൾക്കാർക്ക് അവർക്ക് ഞാനൊരു കൊച്ചു സ്ഥാപനം ഇട്ടിരുന്നതാണ്. 1-ാം തീയതി ആവുമ്പോൾ 4-5 പേർക്ക് പൈസ കൊടുക്കാൻ നമ്മളൊരു വലിയ ഫണ്ട് കണ്ടെത്തണം. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യം. ഇതെല്ലാം കഴിഞ്ഞിട്ട് ആ ബിസിനസ്സിൽ ഹൈ കോമ്പറ്റീഷനും ആയിരിക്കും. അതിൽ വിജയിക്കണം. 4-5 ബിസിനസ് മാറി കഴിയുമ്പം ഭീമമായ കടോവയാണ്, വലിയ സാമ്പത്തിക നഷ്ടങ്ങൾ വരെയാണ്. എന്നാൽ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിക്ക് അത് നോ ഇൻവെസ്റ്റ്മെന്റ്, അത് ഭയങ്കര കാര്യമാണ്. എന്നാൽ ഇതിനകത്തെല്ലാം ലൈഫിൽ 4 സ്ഥലം. ഒന്ന് ഹെൽത്ത്. ലൈഫിൽ ഹെൽത്ത് ഇല്ലാതെ വേറെ ഒന്നുമില്ല. മോർണിംഗ് നല്ല ഹെൽത്തിയോടെ എഴുതിക്കാൻ പറ്റാത്ത ഒരാളിന് നോ സക്സസ്. ഹെൽത്ത്, വെൽത്ത്, സമ്പത്താണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. എല്ലാ ലൈഫിനെ കളർഫുൾ ആക്കണമെങ്കിൽ സമ്പത്ത് വേണം, വെൽത്ത്. ദെൻ റിലേഷൻഷിപ്പ്, അടുത്ത വീട്ടിലുള്ള ആളോട്ട് പിണക്കമായിരിക്കും, റിലേഷൻഷിപ്പ്. ദെൻ മൈൻഡ്, ഏറ്റവും നിയന്ത്രിക്കാൻ അറിഞ്ഞുകൂടാത്തതും അതിനൊരു യൂസർ മാനുവൽ പോലും നമുക്ക് നമ്മുടെ കയ്യിൽ ഇല്ലാത്തൊരു സാധനമാണ് മൈൻഡ്. ഇത് ഈ 4 മേഖലയും കയ്യിൽ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ഇൻഡസ്ട്രി, സൂപ്പർ ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി. ഒരു പൈസയും വേണ്ട. ബിസിനസ് പഠിക്കണം, ട്രൂ ലേൺ ചെയ്യണം. ഇവിടെ ആവശ്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ലേണിംഗ് ആണ്, ട്രൂ ലേണിംഗ് ആണ്. എല്ലാ പ്രോഗ്രാമുകളിലും വന്നിട്ട് പഠിക്കണം പ്രോപ്പറായിട്ട് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്താണ്. ഇവിടെ ഞാനൊരു 5 വർഷം എന്റെ ശരീരവും മനസ്സും സ്പിരിറ്റും ആത്മാവും ഒരുമിച്ച് ഇൻഡസ്ട്രിയിൽ കൊടുത്തു കഴിഞ്ഞാൽ എന്റെ ലൈഫ് എവിടെ എത്തും? അല്ലെ എന്റെ ഫാമിലി ലൈഫ് എങ്ങനെ ഇരിക്കും? മറ്റുള്ളവർക്ക് മാതൃകയായിട്ട് നമ്മൾ മാറുമോ? പഠിക്കണം, ട്രൂ ലേൺ ചെയ്യണം. അപ്പൊ നമ്മളിവിടെ മോറൽ ലേൺ ചെയ്ത് നമ്മളെ സ്കില്ല് ഡെവലപ്പ് ചെയ്യണം. നമ്മൾ നല്ല സ്കില്ലുള്ളവരാവണം. അത് നമ്മൾ ബൈ പ്രാക്ടീസ് ആണ്. നിരന്തരം പരിശീലനവും പരിശ്രമത്തിലൂടെയാണ് നമ്മളെ സ്കില്ല് കൂടുന്നത്. നിരന്തരം പരിശ്രമത്തിലൂടെ നമ്മളെ സ്കില്ല് കൂടും. മോർ ഏണിംഗ് സ്കിൽ നമ്മൾ ഉണ്ടാക്കണം. മനസ്സിലായില്ലേ? നമുക്ക് വലിയ നമ്മുടെ സ്വപ്നം മാത്രമല്ല. എനിക്ക് തന്നെ ഇപ്പൊ ഇതാ ഏറ്റവും വണ്ടർഫുൾ പ്ലാൻ, ഇൻഫിനിറ്റി പ്ലാൻ വന്നു. എന്റെ ഇപ്പോഴത്തെ ഒരു മനസ്സിലുള്ള ഗോൾ എന്ന് പറഞ്ഞാൽ 100 പേരെ 1 ലക്ഷം രൂപ ഇൻകം ഉണ്ടാക്കുന്ന ആൾക്കാരായിട്ട് ക്രിയേറ്റ് ചെയ്യണം. പക്ഷെ ഈ പ്ലാനോട്ട് നോക്കുമ്പോൾ അതൊരു അത്രയും ഗോൾ ഉണ്ട്, അത് വേണം. ഒരു വ്യക്തി ഇൻഡസ്ട്രിയും പഠിച്ചിട്ട് ഈ പുതിയ പ്ലാനും മനസ്സിലാക്കുന്ന ഒരാൾ. ഇനി സമീർ മോഡി സാറ് പറഞ്ഞു കുറെ കാലത്തേക്ക് പ്ലാൻ മാറൂല. അപ്പം ഞാൻ ചിന്തിക്കുന്നു 100 പേരെ 1 ലക്ഷം രൂപ ഇൻകം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള 100 പേരെ അത്യാവശ്യക്കാരെ ജീവിതത്തിൽ കരപിടിപ്പിച്ച് കയറണം എന്ന് ആവശ്യമുള്ള 100 പേരെ കണ്ടെത്താൻ ഈ ഇൻഫിനിറ്റി പ്ലാനിലൂടെ പറ്റും. അപ്പൊ ഇവിടെ നമ്മളെ ബാക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ ഇവിടെ ഏറ്റവും ഇൻഫിനിറ്റി പ്ലാനിൽ ഇപ്പൊ ആസാദി പ്ലാൻ, പഴയ പ്ലാൻ, ബെസ്റ്റ് പ്ലാൻ. കഴിഞ്ഞ 28 വർഷം മോഡിക്ക് റൺ ചെയ്യിപ്പിച്ചത് ആ പ്ലാനാണ്. 2015 സ്റ്റാർട്ട് ചെയ്തു ആസാദി പ്ലാൻ. അപ്പൊ ആസാദി പ്ലാൻ വന്നതോടെ മോഡിക്കറിനകത്ത് ഈ പറഞ്ഞതുപോലെ 30 ലക്ഷം രൂപയോളം വാങ്ങുന്ന 2 ചെറുപ്പക്കാരുണ്ട്. അങ്ങനെയായി. പക്ഷേ ഇൻഫിനിറ്റി പ്ലാൻ ഇതൊന്നും അല്ല. ഞാൻ തന്നെ 2-3 മാസം എടുത്ത് ഈ ഇൻഡസ്ട്രിക്കകത്ത് ഫസ്റ്റിൽ വന്നൊരു ഡയറക്ടർ ആവാൻ. അന്ന് 2 ലക്ഷം ബിസ്ട്രോളിയം വരെ വേണം. ഇന്ന് ഇത് ഒറ്റ മാസം കൊണ്ട് ഡയറക്ടർ, ഫസ്റ്റ് മന്ത് 30-31 ദിവസം കൊണ്ട് ഡയറക്ടർ ആവാൻ പറ്റും. 5000-6000 രൂപ അത് മതി. അതിനപ്പുറം കൂടുതൽ പൈസ കിട്ടിയാൽ അവന് എക്സ്പീരിയൻസ് ഇല്ലാതായി പോകും. അവൻ സ്റ്റെപ്പ് ഇട്ട് വേണം വിജയിച്ചു വരാൻ. ദെൻ 2ാമത്തെ മാസം 4 പേര് വെച്ചിട്ട് കമ്പനിയുടെ ടോപ്പ് പൊസിഷൻ പോവാം. അപ്പൊ 4 പേരെ നമ്മൾ കൊണ്ടുവരണ്ടേ? ആവശ്യക്കാരായിട്ടുള്ള 4 പേരെ കണ്ടെത്തണ്ടേ? ആ 4 പേരെ ഒറ്റ മാസം കൊണ്ട് ഡയറക്ടർ പ്ലാറ്റിനം ആയി കഴിഞ്ഞ ഇവിടെ എന്താണ്? ഇവിടെ വലിയ സമ്പന്നര് വരെ അവരെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നഷ്ടപ്പെടുന്നത് വീട് വയ്ക്കുമ്പോഴാണ്, അല്ലെങ്കിൽ കൂടി ലക്ഷറി കാർ എടുക്കുമ്പോഴാണ്, അല്ലെങ്കിൽ അവരെ ലൈഫ് സ്റ്റൈൽ ഒന്ന് മോഡി പിടിപ്പിക്കുമ്പോൾ അവരെ സാമ്പത്തികമായിട്ടുള്ള ഭദ്രത നഷ്ടപ്പെടുകയാണ്. ഇവിടെ പ്ലാറ്റിനം ഡയറക്ടർ ആവുമ്പോൾ വീട് വെക്കേണ്ട പൈസ ഓൺ ദ സ്പോട്ട്, വെയിറ്റിംഗ് ഇല്ല. കഴിഞ്ഞ പ്ലാനിൽ 3 മാസം കൺസിസ്റ്റന്റ് ആയിട്ട് 4 ലക്കിനെയും ക്വാളിഫൈഡ് ഡയറക്ടർ ആക്കണം. ഇവിടെ ഫസ്റ്റ് മന്ത് തന്നെ വീട് വെക്കേണ്ട പൈസ തരെയാണ്. ഫസ്റ്റ് മന്ത് തന്നെ നമുക്ക് ലക്ഷറി കാറിനുള്ള പൈസ തരെയാണ്. ഫസ്റ്റ് മന്ത് തന്നെ നമുക്ക് ലോകരാജ്യം, ഇന്ത്യയുടെ പുറത്തു പോകാൻ വേണ്ടിയുള്ള ഫണ്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ദാറ്റ് മീൻസ് മനസ്സിനകത്ത് അതിന്റെ ക്രിയേഷൻ തുടങ്ങിക്കഴിഞ്ഞു. വിത്ത് എല്ലാ ഇൻകവും ടോട്ടൽ ഇൻകം നമ്മൾ ഇൻഫിനിറ്റി പ്ലാനിലൂടെ കിട്ടുകയാണ്. ഇത് 2ാമത്തെ മാസം 4 ബിസിനസ് പാർട്ട്നേഴ്സിനെ ആത്മാർത്ഥമായിട്ട് നമ്മൾ നമ്മുടെ കുടുംബാംഗങ്ങളെ പോലെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അതിൽ ഒരാൾ ഹൈലി പെർഫോമർ ആയിരിക്കും, അതിന് മാറ്റമില്ല. ആ 4 ലെഗിൽ നിന്നുള്ള ഒരാൾ 3ാമത്തെ മാസം ആകുമ്പോൾ മെന്ററിംഗ് ബോണസ് എടുത്തിരിക്കും. മസ്റ്റ് 1 ലക്ഷം രൂപ ഉണ്ടാക്കാൻ 6 മന്ത്
നാച്ചുറലായിട്ട് പ്ലാൻ ചെയ്താൽ 1,00,000 രൂപ ഏൺ ചെയ്യാൻ ഇൻഫിനിറ്റി പ്ലാനിലൂടെ 6 മന്ത് മതി. സമീർ മോദി സാർ എല്ലാം ഷോർട്ടാക്കി. പക്ഷെ ഇവിടെ നമ്മൾ എക്സൈറ്റഡ് ആണോ? നമ്മൾ കോൺഫിഡന്റ് ആണോ? എവിടെ നമുക്ക് പല റിവഞ്ചാണ്. ഈ റിവഞ്ച് എല്ലാം വരേണ്ടത് ബിസിനസ്സിനകത്ത് കോൺഫിഡന്റ് ആയിട്ട് നമ്മൾ എക്സൈറ്റഡ് ആണോ? ഞാൻ ഇന്ന് ഏറ്റവും എന്റെ മോദി കെയറിന്റെ ചരിത്രത്തിൽ ഇത്രയും ബെസ്റ്റ് പ്ലാൻ, സിമ്പിൾ പ്ലാൻ എന്ന ഭയങ്കര പവർഫുൾ പ്ലാൻ. ഈ പ്ലാൻ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട്, സത്യം പറയുക, ഇപ്പൊ എന്റെ ഒരു ഉള്ളിലെ ഡ്രീം എന്ന് പറഞ്ഞാൽ എന്റെ സമ്പന്നരായിട്ടുള്ള ആൾക്കാരായിട്ട് എന്റെ ടീമിലുള്ള ആൾക്കാരെ മാറണം. അവർക്ക് വലിയ ഇൻകം ഈ ഇൻഫിനിറ്റി പ്ലാനിലൂടെ ഉണ്ടാക്കി കൊടുക്കണം. അത് വളരെ ഷോർട്ട് ടൈമിനകത്ത് വെച്ച് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എനിവേ, നിങ്ങൾ എല്ലാവരും എക്സൈറ്റഡ് ആവുക. ഏറ്റവും വലിയ ട്രൂ ലേണിംഗ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിക്ക് അത് ട്രൂ ലേണിംഗ് ആണെങ്കിൽ എക്സൈറ്റഡ് ആയിരിക്കും. അല്ല, നമ്മുടെ ഓൺ സക്സസ് മാത്രമല്ല, നമ്മളെ ടീമിൽ കമ്മിറ്റഡ് ആയിട്ട് നിൽക്കുന്ന അത്യാവശ്യക്കാരെ ജീവിതത്തിൽ കരപിടിപ്പിക്കണം എന്നുള്ളവരെയും കൂടെ ഏറ്റെടുത്തുകൊണ്ട് വിജയിപ്പിക്കാം. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു പ്രകാശ് സാർ, താങ്ക് യു വെരി മച്ച്. പ്രോഗ്രാം അവസാനിപ്പിച്ചിരുന്നു. ഓൾ ദി ബെസ്റ്റ്.